നമസ്കാരം. ഏറ്റവും വലിയ ജനകീയ സമരങ്ങൾ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പുകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച മണ്ണാണ് പശ്ചിമ ബംഗാളിൻ്റേത്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്ര കണ്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുണ്ട്. പലപ്പോഴും കർഷകരുടെ ഭൂമി കയ്യേറാനുള്ള എല്ലാ നീക്കങ്ങളും പശ്ചിമ ബംഗാളിൽ ജനകീയ മുന്നേറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. സിംഗൂരും നന്ദിഗ്രാമും ഭാങ്കറും കടന്ന് ഇപ്പോൾ അത് സന്ദേശ് ഖാലിയിൽ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, സിംഗൂർ നന്ദിഗ്രാം പ്രക്ഷോഭത്തെ മുതലെടുത്തുകൊണ്ടാണ് 34 വർഷത്തെ CPM-ന്റെ ഭരണത്തിന് തൃണമൂൽ കോൺഗ്രസ് അന്ത്യം കുറിക്കുന്നത്. അതിനുശേഷം അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ സന്ദേശ് ഖാലി ആവർത്തിക്കുമ്പോൾ അന്ന് CPM-നുണ്ടായ അതേ ഗതി തന്നെയാണോ ഇപ്പോൾ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനും കാലം കരുതി വെച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സന്ദേശ് ഖാലി ചരിത്രത്തിന്റെ ആവർത്തനമാകുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഉത്തരം അതെ എന്ന് തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിനെ 2011 അധികാരത്തിൽ എത്തിച്ച നന്ദിഗ്രാം സിംഗൂർ സംഭവങ്ങളിലേക്ക് തിരികെ നോക്കുമ്പോൾ ഈ സന്ദേശ് ഖാലിയിലേതിന് സമാനമായ സംഭവങ്ങൾ അവിടെയും അരങ്ങേറിയിട്ടുണ്ട്. ഭൂമി കയ്യേറ്റത്തിന്റെ ആരോപണങ്ങളും ലൈംഗിക അതിക്രമങ്ങളും എല്ലാം തന്നെ ഭരണകൂടത്തെ വിറപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ആ പ്രക്ഷോഭങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട്. അതിനോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ തകർന്നു പോയ CPM-ന്റെ ചരിത്രം കൂടിയാണ് ഈ സംഭവങ്ങൾ രണ്ടും. പിന്നീട് ഒരിക്കലും ബംഗാളിൽ പച്ച പിടിക്കാൻ CPM-ന് ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. 2021 നടന്ന അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന്റെ തകർച്ച സമ്പൂർണ്ണമായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നന്ദിഗ്രാം വെടിവെപ്പിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ 27ഓളം ഗ്രാമവാസികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ബംഗാളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു തപ്സി മാലിക് എന്ന 16-കാരിയുടെ കൊലപാതകം. സിംഗൂറിലെ ഭൂമി കയ്യേറ്റെടുക്കൽ വിരുദ്ധ സമരങ്ങളിൽ സജീവമായിരുന്ന തപ്സി മാലിക്കിനെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി കത്തിക്കുകയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ തന്നെയും അന്നത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സർക്കാരിനെ കുറച്ചൊന്നുമല്ല വിറപ്പിച്ചത്. CPM-ന്റെ കാലിനടിയിൽ നിന്ന് മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയപ്പോഴേക്കും അവിടെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും കാലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ പിന്നീട് ആ തൃണമൂൽ കോൺഗ്രസിന് ഇന്ന് വരേക്കും തിരികെ നോക്കേണ്ടി വന്നിട്ടുമില്ല. പണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ കടന്നുപോയ അതേ സമ്മർദ്ദങ്ങളിലൂടെ, അതേ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CPM-ൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് തൃണമൂൽ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആരോപണ വിധേയനായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ മമതാ ബാനർജി തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം. അന്ന് CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ CPM യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ആണ് അധികാരമേറ്റതെങ്കിൽ ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന്, തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടത്തിന് അന്ത്യം കുറിക്കുക BJP ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സന്ദേശ് ഖാലിയിൽ ഏറ്റവും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദേശ് ഖാലി സന്ദർശിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും വളരെ സജീവമാണ്. എന്തായാലും ഈ ഒരു സന്ദേശ് ഖാലി അവസാനിക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യത്തിനും അതിനോടൊപ്പം BJP-യുടെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിനും തന്നെയായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത് അവസാനത്തോടടുക്കുമ്പോൾ വങ്കനാടും കാവി ഭരിക്കും എന്ന് ഏകദേശം ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.